ഹായ് ഡിയേഴ്സ്. ഇത് നമ്മുടെ സ്കൂളെല്ലാം കുട്ടികൾക്കും ജൂൺ 1 തുറന്നില്ല. നമ്മുടെ മക്കൾക്ക് ജൂൺ 8 തുറക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ അവിടെ റോഡ് പണിയുള്ളത് കാരണം സ്കൂൾ ബസ്സിന് അങ്ങോട്ടേക്ക് സ്കൂളിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാണ് സ്കൂള് ഒരാഴ്ച കൂടെ റീഓപ്പൺ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ മക്കളെക്കാളും സ്കൂൾ തുറക്കുന്നതിന് ടെൻഷൻ എന്നെപ്പോലുള്ള അമ്മമാർക്കായിരിക്കും അല്ലേ? അങ്ങനെയുള്ള അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ 5 മണിക്ക് എഴുന്നേൽക്കണ്ട, എന്താ ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതിയല്ലോ. സ്കൂളുള്ള സമയങ്ങളിൽ നമുക്ക് 5 മണിക്ക് എഴുന്നേൽക്കണം, ലഞ്ച് സ്നാക്സ് അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ഓർഡറിൽ അങ്ങനെ പോവുകയാണല്ലേ. അപ്പം 2 മാസം കുട്ടികളെക്കാളും മടി പിടിച്ചിരിക്കുക എന്നെപ്പോലുള്ള അമ്മമാരായിരിക്കും അല്ലേ. കാരണം പിന്നെ രാത്രിയാണെങ്കിൽ നേരത്തെ കിടക്കുന്നുമില്ലല്ലോ. എപ്പോഴെങ്കിലും തോന്നിയ സമയത്ത് കിടക്കുക, തോന്നിയ സമയത്ത് എഴുന്നേൽക്കുക, തോന്നിയ സമയത്തല്ല എന്നാലും അത്ര നേരത്തെ ഒന്നും എഴുന്നേൽക്കണ്ടല്ലോ. ഒന്നിനും ഒരു ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്ത ഒരു ലൈഫാണ് ഈ ഒരു 2 മാസം വെക്കേഷൻ്റെ സമയത്തല്ലേ. പക്ഷേ സ്കൂളുള്ള സമയത്ത് നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റാലും ആ പണികളും കാര്യങ്ങളും എല്ലാം അങ്ങ് ഓർഡറിൽ അങ്ങനെ പോകുമല്ലേ. സത്യത്തിൽ അതാണ് നല്ലത്. ശരിക്കും എല്ലാത്തിനും നമുക്ക് സമയമുണ്ടാവും. സ്കൂൾ തുറന്നു കഴിയുമ്പോൾ കുറച്ച് തിരക്കും പണിയൊക്കെ കൂടുതലുണ്ടെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ ഓരോരോ സമയങ്ങളുണ്ടാവില്ലേ. നമുക്ക് മക്കളോടും നമ്മൾ പറയും നമ്മളും നേരത്തെ കിടക്കും, നേരത്തെ കിടക്കണം, നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ള, ഒരുപാട് നേരത്തെ അല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് നേരത്തെ കിടക്കണം എന്നുള്ളതൊക്കെ നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കും. നമ്മളും ഒക്കെ അങ്ങനെ തന്നെയാണ്. രാവിലെ കുട്ടികൾക്ക് പോകണമല്ലോ എന്ന് കരുതിയിട്ട് രാവിലെ രാത്രി കിടക്കാനാകുമ്പോൾ നാളെ ഇനിയിപ്പം കുട്ടികൾക്ക് എന്താ ലഞ്ചിന് കൊടുക്കുക, സ്നാക്സിന് കൊടുക്കുക, ഇതൊക്കെ ഒരു ചിട്ടയായ ഒരു ലൈഫായിരിക്കും സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. വെക്കേഷനാകുന്ന സമയത്ത് എന്താ കുത്തഴിഞ്ഞ ജീവിതം എന്നൊക്കെ പറയുന്നത് പോലെ ആയിരിക്കും അല്ലേ. ഒക്കെ ലേറ്റായിട്ട് തുടങ്ങി ലേറ്റായിട്ട് തീരുന്ന ഒരു സമയമായിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തിയിട്ട് തലേ ദിവസം പൊതിയിടുന്നത് ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. സ്കൂളിലെത്തിയിട്ട് പോകുന്ന സമയത്ത് ഒരു ടെൻഷനാണല്ലേ. കാര്യം 2 മാസം അവർ വീട്ടിലുള്ള സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവർ ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. എൻ്റെ മക്കളൊക്കെ അലക്കിയത് കംപ്ലീറ്റ് അവരാണ് മടക്കി വെക്കുന്നതും സ്റ്റാൻഡിൽ ആറിയിടുന്നതും എല്ലാം അവരാണ് ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ മക്കളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. ബെഡ്ഷീറ്റ് വിരിക്കുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മക്കളെ എനിക്ക് ചെയ്തു തരാറുണ്ട്. അപ്പം സ്കൂള് തുറന്നു കഴിയുമ്പോൾ ഇനി മക്കളെ സഹായം ഒന്നും കിട്ടൂലല്ലോ, ഒക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടത്. ഇപ്പം കണ്ണപ്പനുള്ളതിനെ കൊണ്ട് കണ്ണൻ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യും. മക്കൾ അയൺ ചെയ്യുക, അലക്കി അറിയിടുക, അങ്ങനത്തെ സഹായങ്ങളൊക്കെ കണ്ണൻ ചെയ്തു തരും. അപ്പോൾ അതെ ഞങ്ങൾ മക്കളെ അവിടെ സ്കൂളിലാക്കി തിരിച്ചു വരുന്ന സമയത്ത് എന്തോ ഒരു ശൂന്യത പോലെ, മക്കളില്ലാണ്ട് എന്തോ ഒരു പോലെ. അപ്പോൾ അതെ ഞങ്ങൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വീട് ഉറങ്ങിയതുപോലെ തോന്നുകയാണ് എനിക്ക്. മക്കളില്ലാത്തത് കൊണ്ട് ഞങ്ങൾ